സ്റ്റാൻഡപ്പ് കോമഡി ഷോ നടത്തിയ MBBS വിദ്യാർത്ഥിനിക്കെതിരെ സൈബർ കേസ്. മഹാരാഷ്ട്രയിലാണ് ഈ സംഭവം. മഹാരാഷ്ട്രയിലെ KEM മെഡിക്കൽ കോളേജിലെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു രംഗം. അവിടെ തേർഡ് ഇയറിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി സേജൽ പവാർ അവരൊരു കോമഡി ഷോ നടത്തി. കോമഡി ഷോ അതിൻ്റെ നടത്തിപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന ഒരാൾ ഈ പെൺകുട്ടിയെ വിളിച്ചപ്പം അവർ സ്റ്റാൻഡപ്പ് കോമഡി ഷോ നടത്തിയപ്പം അവർ പോസ്റ്റ്മോർട്ടം സമയത്ത് പുരുഷലിംഗത്തിനെ പറ്റി കളിയാക്കിക്കൊണ്ട് അവരുടെ സാറുമാർ പറയാറുണ്ടെന്നും അതേപ്പറ്റിയൊരു സ്റ്റാൻഡപ്പ് കോമഡിയാണ് നടത്തിയത്. ഇത് റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് പോയി വലിയ വിവാദമായി. KEM മെഡിക്കൽ കോളേജിലെ ഡീന് ഹരീഷ് പതക് ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നമ്മുടെ റൈറ്റിൻ്റെ അപ്പുറം കടന്നു പോയി, അതുകൊണ്ട് ഇതിനെതിരായിട്ട് കേസ് വേണം എന്നത് നിർബന്ധിച്ചു. മഹാരാഷ്ട്ര പോലീസ് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. എന്ത് പറയാനുള്ള അവകാശം നമുക്ക് ഭരണഘടനയിൽ ഇല്ല. നമുക്ക് എന്തും പറയാം, പക്ഷേ അത് സമൂഹത്തിനെ മോശമായി സ്പർശിക്കുന്നതോ വ്യക്തികളെ മോശമായി സ്പർശിക്കുന്നതോ ആകാൻ പാടില്ല. ഭരണഘടന അനുസരിച്ച് നമുക്ക് മൗലിക സ്വാതന്ത്ര്യം, ഇങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടെങ്കിലും അതിനൊരു ലിമിറ്റുണ്ട്. അതിനപ്പുറത്തോട്ട് സഞ്ചരിച്ചാൽ ഇതുപോലെ കേസുണ്ടാകും എന്നാണ്. അതുകൊണ്ടാണ് KEM മെഡിക്കൽ കോളേജിലെ ഡീൻ ഡോക്ടർ ഹരീഷ് പതക് കർശനമായി കേസെടുക്കണമെന്ന് നിർബന്ധിച്ചത്. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ഇക്കാര്യത്തിൽ ആ ഡീൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് സൈബർ പോലീസ് കേസെടുത്തത് നല്ല കാര്യമെന്ന് അദ്ദേഹം പറയുന്നു. കോമഡി ഷോ അദ്ദേഹം കണ്ടിട്ടുണ്ട്, ധാരാളം ചിരിച്ചിട്ടുണ്ട്. പക്ഷേ നർമ്മം മാന്യതയുടെ പരിധി വിട്ടു പോയാൽ കേസെടുക്കണമെന്ന് തന്നെയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെയും അഭിപ്രായം. അതുകൊണ്ട് ഈ തേർഡ് ഇയർ വിദ്യാർത്ഥിനിക്കെതിരെ അവർ മറ്റൊന്നും ഉദ്ദേശിച്ചല്ല. അവരെ പോസ്റ്റ്മോർട്ടം കാണാൻ അവരുടെ അധ്യാപകരും അവർ നിൽക്കുമ്പം ചില പുരുഷന്മാരുടെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അവരുടെ പുരുഷ ലിംഗത്തെപ്പറ്റി കളിയാക്കി വർണ്ണിക്കാറുണ്ട് ആ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ എന്നാണ് അവർ പറഞ്ഞത്. സേജൻ പവാർ അത് തന്നെയാണ് പറഞ്ഞ കോമഡിയായിട്ട് സ്റ്റാൻഡപ്പ് ഷോപ്പിൽ അഭിനയിച്ചത്. പക്ഷേ അത് വ്യക്തികളെ അപമാനിക്കുന്ന രീതിയിലായി പോയി, അത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പരിധി വിട്ടു പോയി. അതുകൊണ്ട് കേസെടുക്കണമെന്നും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ആ കോമഡി ഷോ നടത്തിയ ആളെയും പ്രതിയാക്കിയിട്ട് അയാൾക്കെതിരായിട്ടും കേസ്. അയാൾ ഹിമാൻഷു ജന്ത്രയ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അയാൾക്കെതിരായിട്ടും കേസെടുത്തു. അയാളാണ് ഈ കോമഡി ഷോ നടത്തിയത്. സ്ത്രീവിരുദ്ധമായ ചില പരാമർശങ്ങളും അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡപ്പ് കോമഡിയിൽ ഉണ്ടായി എന്നാണ് അവർ ഗുരുഗ്രാം സ്വദേശിയായ ഹിമാൻഷു ജാംഗ്രയ്ക്കെതിരെയാണ് ആ കേസ് രജിസ്റ്റർ ചെയ്തത്. എന്തായാലും സൈബറിൽ നർമ്മം പറഞ്ഞാലും സ്റ്റാൻഡപ്പ് കോമഡി പറഞ്ഞാലും പരിധി വിട്ടു പോയി കഴിഞ്ഞാൽ സൈബർ അട്രാക്ഷനിലോട്ട് വരും. അതിന് കേസെടുക്കും. കേസെടുത്തു കഴിഞ്ഞാൽ അതിന് ബെയിൽ കിട്ടാനും ബുദ്ധിമുട്ടാണ്. വ്യക്തികൾ കൊടുക്കുന്ന കേസല്ല, പോലീസ് തന്നെ കേസെടുക്കുന്നതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്.